ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് ആണ്. നിങ്ങളിപ്പം ഉള്ള ഒരു സിറ്റുവേഷൻ എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ, ആ എനർജിയിൽ നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ഇപ്പോഴത്തുള്ള നിങ്ങളുടെ എനർജി എന്താണ്? ട്രാൻസ്ഫോർമേഷൻ മാസ്റ്റർ. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് കാർഡ്സ് എടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് എടുക്കാം. അപ്പം എനിക്കിവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് തന്നെ നിങ്ങളുടെ ഒരു ബ്ലോക്ക് എനർജിയാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ എനർജിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ എനർജി കറൻ്റ് ഉള്ളത് ഒരു സ്റ്റക്ക്ഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ സ്റ്റോപ്പായിട്ട് എന്ത് തീരുമാനിക്കണം അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, പല സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ ചുറ്റും, ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ അവസ്ഥകളൊക്കെ നിങ്ങളെ വലിക്കുന്നുണ്ട്, മീൻസ് ഇങ്ങനെ കുടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ കാണുന്നു, ഓവർ തിങ്കിങ് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ കാണുന്നു. സെക്കൻഡ് കാർഡിനകത്ത് നിങ്ങൾക്കുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾ കാണാതെ പോകുന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ കരിയർ റിലേറ്റഡ് ആയിട്ടോ ഫിനാൻഷ്യലി ആയിട്ടോ ഇപ്പം എന്തെങ്കിലും ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും തന്നെ നിങ്ങൾക്കുള്ളൊരു വെളിച്ചമുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയാണ്ട് പോവാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് വന്നിട്ടുണ്ട്, ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്, ഹീലിംഗ് വന്നിട്ടുണ്ട്, ഗോയിങ് വിത്ത് ദ ഫ്ലോ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളുടെ എനർജി കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, അപ്പം അത് സിമ്പിളായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് എന്തോ വലിയ സംഭവം, അയ്യോ നിങ്ങളുടെ ലൈഫിനെ നശിപ്പിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചു, ഇനിയൊരു ജീവിതമില്ല എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഒരു ചെറിയ സിമ്പിൾ കാര്യത്തിനെ ഭയങ്കരമായിട്ടും നിങ്ങൾ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആ ഒരു സൺലൈറ്റിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആ ഒരു ലൈറ്റ് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, അത് ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്നൊരു കാർഡ് വരുമ്പം ഈ ഒരു കാർഡ് നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പോവുക. എന്നാൽ അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ ചോദിച്ചാൽ തിരുത്താൻ ശ്രമിക്കുന്നില്ല. ഇനിയിപ്പോൾ തിരുത്താൻ വെറുതെ ഒരിക്കലും അത് തിരുത്തി കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആക്ഷൻ എടുക്കേണ്ട. ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുത്ത്, ഒരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കുക, നമ്മൾ എന്താണോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കരിയറിലൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഡ്രീം ചെയ്തതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പേപ്പേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം അതിനു വേണ്ടി നടക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഭാഗത്ത് എന്താണോ ക്ലിയർ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ
നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവരാണ് പ്രശ്നം കൊണ്ടുവരുന്നതെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ആ സൊല്യൂഷൻ എന്താണോ ആ സൊല്യൂഷൻ കണ്ടെത്തി, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്നും നിങ്ങൾ അതിനെങ്ങനെ നേരിടണമെന്നും നിങ്ങൾ എന്തൊക്കെ തീരുമാനം എടുക്കണം ഇതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നേരിടുക, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണോ ആ രീതിയിൽ നിങ്ങൾ പോകുക എന്നുള്ളതാണ്. അല്ലാതെ ലൈഫ് എങ്ങനെ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് ലൈഫിൻ്റെ കൂടെ പോവുക എന്നുള്ളതല്ല. അങ്ങനെയാണ് പോവേണ്ടത്. പക്ഷേ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് നിങ്ങൾ എടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഹീലിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ഹീലിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ്. സോ മെഡിറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ പ്രെയർ ചെയ്യുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ, എനിക്ക് തോന്നുന്നു ഓവർ തിങ്കിങ് ആയിരിക്കാം ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതായത് ചിന്തിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോവുക, ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ, ആക്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യണം, ലെറ്റ് ഗോ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടാത്ത സിറ്റുവേഷൻ എന്താണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഞാൻ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അവസ്ഥയാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന അവസ്ഥ എന്താണോ അതിനെയാണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് മറികടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹീലിംഗ് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഹീലിങ്ങിന് ഞാൻ പറഞ്ഞത് ഹീലിങ്ങിന് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും, ഹീലിംഗ് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ട്രോമ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു വേദന എന്താണ്, നിങ്ങളുടെ ആ ഒരു അലസത ആയിക്കോട്ടെ, മടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ദിവസം വേസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതിനെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ ട്രാൻസ്ഫർമേഷൻ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഇറങ്ങണം. ഇതിൽ ചേഞ്ച് വന്നിട്ടുള്ള ആളുകളുടെ എനർജിയും ഉണ്ട്. ദ മാസ്റ്റർ കാർഡ് വന്നിട്ടുണ്ട്. സോ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ എനർജിയും ഇതിനകത്തുണ്ട്. വളരെ നല്ല കാര്യമാണ്. അല്ലാതെയുള്ള ആളുകളുടെ അടുത്താണ് പറയുന്നത് നിങ്ങൾക്കിനിയും സമയം വൈകിയിട്ടില്ല. ഓക്കെ, എത്ര വേഗം നമ്മൾ ചേഞ്ചിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, നമ്മുടെ ലൈഫിലേക്ക് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നു, അത്രത്തോളം നമ്മൾ തന്നെ മാറിപ്പോകുന്നുള്ളതാണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും. അതുപോലെ തന്നെ നമുക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം നമുക്ക് ഉണ്ടാകും. പക്ഷേ ആ ഒരു അവസ്ഥ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഓക്കെ, നമ്മളിറങ്ങണം, നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ ഹീൽ ചെയ്യണം, നമ്മൾക്ക് വേണ്ടാത്തതിനെല്ലാം നമ്മൾ മാറ്റി നിർത്തണം, നമ്മളുടെ ചുറ്റിനും നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻലി നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് ഇതാണ്. സ്റ്റക്കഡ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വലിയ സംഭവങ്ങളായിട്ട് നമുക്ക് ചില സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് അത്ര സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ എനർജി ഭയങ്കര ലോ ആയി പോവും. അപ്പോൾ ജോലി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, നമുക്ക് പറ്റത്തില്ല. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും ഞാൻ ഇതിൽ എന്താ ചെയ്യണ്ടേ, ഞാൻ ലെറ്റ് ഗോ ചെയ്യണോ, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ, ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കണ്ടേ, എനിക്ക് എവിടെയാണ് ഫിനാൻഷ്യലി എനിക്ക് ഏതിലാണ് സ്റ്റേബിൾ ആവാൻ പറ്റുക, എനിക്കൊന്നിലൊരു കഴിവില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള തോട്ട്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും, ഇനി ഞാൻ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥ എന്തായിരിക്കും, ഇതെല്ലാം സ്വയം ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുക, കുറച്ച് നേരം ഒന്ന് കൂളാൻ കാമായി ഇരുന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് സ്വയം തന്നെ ഒരു ജേർണൽ എഴുതി ഒന്ന് സ്വയം പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനുള്ളൊരു ആക്ഷൻ പോലും ആരും എടുക്കില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ചേഞ്ച് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.